കേരള സർവകലാശാലയിലെ വിവാദങ്ങളിൽ വി.സി. ഡോക്ടർ മോഹനൻ കുന്നുമ്മലിനെ പിന്തുണച്ച് ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വൈസ് ചെയർമാൻ ഡോക്ടർ രാജൻ ഗുരുക്കൾ. വി.സിയുടെ അഭാവത്തിൽ സിൻഡിക്കേറ്റിന് തീരുമാനങ്ങൾ എടുക്കാൻ അധികാരമില്ല. വി.സി സസ്പെൻഡ് ചെയ്ത ആളെ സിൻഡിക്കേറ്റ് തിരിച്ചെടുത്തത് നിയമപരമായ അജ്ഞത കാരണമെന്നും ഇംഗ്ലീഷ് ദിനപത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ ഡോക്ടർ രാജൻ ഗുരുക്കൾ പറഞ്ഞു. അതേസമയം ഈ മാസം 26-ന് മുൻപ് സിൻഡിക്കേറ്റ് യോഗം ചേരണമെന്ന ഇടതംഗങ്ങളുടെ ആവശ്യം കേരള സർവകലാശാല വൈസ് ചാൻസലർ ഡോക്ടർ മോഹനൻ കുന്നുമ്മൽ തള്ളി. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നു ഉമേഷ് ബാലകൃഷ്ണൻ. ഉമേഷ്, കേരള വി.സിയെ പിന്തുണച്ചാണല്ലോ ഇപ്പോൾ ഈ അഭിമുഖത്തിൽ ഡോക്ടർ രാജൻ ഗുരുക്കൾ സംസാരിച്ചിരിക്കുന്നത്. എന്തൊക്കെ കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്? മുൻ എം.ജി. സർവകലാശാല വി.സിയും കൂടിയാണ് ഈ രാജൻ ഗുരുക്കൾ. രാജൻ ഗുരുക്കളുടെ പരാമർശം വളരെ രാഷ്ട്രീയപരമായി തന്നെ CPM-നെ കുറച്ച് പ്രതിരോധം ഏൽക്കുന്നതാണ്. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം CPM കൃത്യമായി വി.സി മോഹൻ കുന്നുമ്മലിനെ പ്രതിരോധിച്ച് മുന്നോട്ട് പോയിരുന്നു. സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഒന്നിച്ചു ചേർന്നാണ് രജിസ്ട്രാർ KS അനിൽകുമാറിനെ തിരിച്ചെടുത്തത്. എന്തായാലും ആ നടപടിയെ തള്ളുകയാണ് ഇപ്പോൾ ഉന്നത വിദ്യാഭ്യാസ കൌൺസിൽ വൈസ് ചെയർമാൻ കൂടിയായ രാജൻ ഗുരുക്കൾ. അത്തരമൊരു തീരുമാനമെടുക്കാൻ നിലവിൽ നിയമപ്രകാരം ഈ സിൻഡിക്കേറ്റിന് മാത്രം അവകാശമില്ല. സിൻഡിക്കേറ്റ് വി.സിയും സിൻഡിക്കേറ്റിന്റെ ഭാഗമാണ്. വി.സി ഈ യോഗം അവസാനിപ്പിച്ചാൽ പിന്നീട് ചേരുന്ന സിൻഡിക്കേറ്റിന് നിയമപരമായി വാലിഡിറ്റി ഇല്ല. ഇത്തരത്തിൽ തീരുമാനമെടുത്തത് നിയമത്തെക്കുറിച്ചുള്ള അജ്ഞത കാരണമാണെന്നും ഈ അഭിമുഖത്തിൽ രാജൻ ഗുരുക്കൾ ആരോപിക്കുന്നുണ്ട്. അതേസമയം സിൻഡിക്കേറ്റ് യോഗം ഉടൻ വിളിച്ചു ചേർക്കണമെന്ന് ആവശ്യപ്പെട്ട് സിൻഡിക്കേറ്റ് അംഗങ്ങൾ, ഇടത് സിൻഡിക്കേറ്റ് അംഗങ്ങൾ നൽകിയ കത്തിൽ ഇപ്പോൾ തീരുമാനമെടുക്കാതെ വി.സി മാറ്റുകയാണ്. 26-ാം തീയതിക്ക് മുൻപ് സിൻഡിക്കേറ്റ് യോഗം വിളിക്കണമെന്നായിരുന്നു ആവശ്യം. പക്ഷേ അങ്ങനെ സിൻഡിക്കേറ്റ് യോഗം വിളിക്കാൻ ഇപ്പോൾ മോഹൻ കുന്നുമ്മൽ തയ്യാറല്ല. രജിസ്ട്രാർ KS അനിൽകുമാറിനെ സസ്പെൻഡ് ചെയ്ത നടപടി അംഗീകരിക്കാതെ ഒരു തീരുമാനവും അംഗീകരിക്കേണ്ടതില്ല എന്നുള്ള നിലപാടിലാണ് മോഹൻ കുന്നുമ്മൽ ഇപ്പോൾ ഉള്ളത്. ക്രിസ്റ്റീന.